Today we are going to discuss about AI in transportation. അപ്പം എ ഇൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, അതായത് പീപ്പിൾ ഓർ ഗുഡ്സ് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പം ഇത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എസ്പെഷ്യലി ഓട്ടോണമസ് വെഹിക്കിൾസ്, അതായത് സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ബസ്, ട്രക്ക് അതുപോലത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിപ്പോഴത്തെ എ വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ സീ, തിങ്ക് ആൻഡ് ആക്ട്സ് ലൈക്ക് ജസ്റ്റ് ഹ്യൂമൻ യൂസിങ് സെൻസേഴ്സ് ആൻഡ് അൽഗോരിതംസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഓട്ടോണമസ് വെഹിക്കിൾ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പം അതിലാദ്യത്താണ് സെൻസേഴ്സ് ആൻഡ് ക്യാമറ എന്ന് പറയുന്നത്. അപ്പം റഡാർ, ലിഡാർ, GPS, അതുപോലെ തന്നെ നോർമൽ ക്യാമറയും അൾട്രാസോണിക് സെൻസറൊക്കെ വെച്ചിട്ടാണ്, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഐസ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അത് വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ AI സിസ്റ്റം, അതായത് ഇതിൻ്റെ ബ്രെയിന് ഡാറ്റ പ്രോസസ് ചെയ്തിട്ട് റോഡിൽ എന്താ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് അതായത് അവിടെ പെഡസ്ട്രിയൻ ഉണ്ടോ, ട്രാഫിക് ലൈറ്റ്സ് ഉണ്ടോ, കാറോ, അങ്ങനെ മുമ്പിൽ കാറുണ്ടോ, കാർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പ്രോസസ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഉള്ളതാണ് അടുത്തത് ഡിസിഷൻ മേക്കിംഗ്. AI റൂൾസ് ആൻഡ് മെഷീൻ ലേണിംഗ് മോഡൽസ് യൂസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കും. ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടേൺ ചെയ്യുമ്പോൾ സ്പീഡ് കുറയ്ക്കണോ എന്നൊക്കെ ഉള്ളത് ഇതിലാണ് തീരുമാനിക്കുന്നത്. ആ ഡിസിഷൻ മേക്കിംഗ് ഭാഗത്താണ് അതൊക്കെ നടക്കുന്നത്. പിന്നെ ഉള്ളതാണ് കൺട്രോള്, അതായത് ഇതിന്റെ സ്റ്റിയറിംഗ്, ആക്സിലറേറ്റർ, അതുപോലെ തന്നെ ബ്രേക്ക് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡന്റ് ഒക്കെ കുറയും. ഹ്യൂമൻ എറർ കോസ് ആയിട്ടുള്ള ആക്സിഡൻസിനൊക്കെ ഇത് തടുക്കും. പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് സ്മൂത്ത് ആവും. കാർസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ കൺജഷൻ ഒക്കെ കുറയ്ക്കും. പിന്നെ അതുപോലെ തന്നെ ഫ്യൂവൽ ആൻഡ് ടൈം സേവ്, എഫിഷ്യന്റ് റൂട്ട് ചൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എളുപ്പത്തിലെത്തുന്ന വഴി ഫ്യൂവൽ കൺസപ്ഷൻ ഒക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ അക്സസിബിലിറ്റി, അതായത് ബ്ലൈൻഡ് അല്ലെ എൽഡർലി ആയിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അതൊക്കെ തന്നെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിന്റെ ചലഞ്ചസ് പറയുകയാണെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസ്, അതായത് സെൻസറിൽ എന്തെങ്കിലും ഫെയിലിയർ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിലുള്ള സിസ്റ്റത്തിനെ ബാധിക്കും. പിന്നെ എത്തിക്കൽ പ്രോബ്ലം, അതായത് ആക്സിഡന്റ് അൺഅവോയ്ഡബിൾ ആണെങ്കിൽ അടുത്തത് എത്തിക്കൽ പ്രോബ്ലംസ്, അതായത് ആക്സിഡന്റ് അൺഅവോയ്ഡബിൾ ആണെങ്കിൽ കാർ ഏത് ചോയ്സ് എടുക്കുന്നുള്ളത്, അതായത് ഡ്രൈവറെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ പെഡസ്ട്രിയനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അങ്ങനത്തെ എത്തിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഇതിലുണ്ട്. പിന്നെ ലീഗൽ ഇഷ്യൂസ്, അതായത് ഇൻ കേസ് ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ ആരാണ് ഇതിന് റെസ്പോൺസിബിൾ, അതായത് കാറിന്റെ കമ്പനിയാണോ, അതായത് ഇതിൽ ഇരുന്നയാളാണോ, അതൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന കാര്യമാണ്. പിന്നെ കോസ്റ്റ് വരുന്നുണ്ട്. ടെക്നോളജി വളരെ എക്സ്പെൻസീവ് ആണ് ഇതിന്റെ, അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഹൈ ആയിരിക്കും. പിന്നെ ഇതിന്റെ കുറച്ച് റിയൽ ടൈം എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ടെസ്ലന്റെ ഓട്ടോ പൈലറ്റ് US ഉള്ള, പിന്നെ വെയ്മോ, അതായത് ഗൂഗിളിൻ്റെത്, പിന്നെ അതുപോലെ തന്നെ ഊബർ സെൽഫ് ഡ്രൈവിംഗ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഓലയും മഹീന്ദ്രയും ടാറ്റ പോലുള്ള കമ്പനീസ് ഒക്കെ റിസർച്ച് നടത്തുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ AI ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതുകൊണ്ട് വളരെ അഡ്വാൻറ്റേജസ് ഉണ്ട്. സ്മാർട്ടായിട്ട് സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഇറങ്ങുമ്പോൾ ആക്സിഡൻസ് കുറയും. അതുപോലെ തന്നെ മൊത്തത്തിലൊരു ഡ്രൈവിംഗ് കൾച്ചറിനെ അത് നല്ല രീതിയിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ കുറച്ച് എത്തിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. പിന്നെ കുറച്ച് ലീഗൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.